നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. മറ്റൊന്നുമല്ല, RRB ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലെ വേക്കൻസികളുടെ എണ്ണം RRB കൂട്ടിയിരിക്കുന്നു. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമ്പർ കൂട്ടിയിരിക്കുന്നു എന്ന വിവരം, അതായത് നിലവിലെ എണ്ണത്തെ റിവൈസ് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു എന്നൊരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൂടുതൽ ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേക്കൻസി കുറവാണ് എന്ന പേരിൽ അപ്ലൈ ചെയ്യാതിരുന്നവർ ഇനി അത് മടിച്ചു നിൽക്കരുത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉടൻ തുടങ്ങുക. സമയമില്ല. അതിനകം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തുകൊള്ളുക. അതിൽ പ്രധാനമായിട്ടും തിരുവനന്തപുരത്തിൻ്റെ RRB തിരുവനന്തപുരത്തിൻ്റെ വേക്കൻസികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ പ്രധാനമായിട്ടും 15 വേക്കൻസികളാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. 15 വേക്കൻസികളാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. ഇനി ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തന്നെ TRD സെക്ഷനിലേക്ക് 17 വേക്കൻസിയാണ് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പുതിയ വേക്കൻസി 17 ആണ്. ഇനിയും ജൂനിയർ എഞ്ചിനീയറിൽ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ബ്രിഡ്ജസ് ആൻഡ് പാത്വേ PWAയിൽ 28 വേക്കൻസികളാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. ഇനിയും അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ വർക്ക് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ 22 പേരാണ്. R&Dയിൽ 22 വേക്കൻസികളാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. ഇനി മെക്കാനിക്കൽ ജൂനിയർ മെക്കാനിക്കലിൽ വന്നിരിക്കുന്നത് 26 വേക്കൻസികളാണ്. ജൂനിയർ എഞ്ചിനീയർ ടെലികമ്മ്യൂണിക്കേഷനിൽ 9 വേക്കൻസികളാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. സിഗ്നലിംഗിൽ 4 വേക്കൻസികൾ. അങ്ങനെ 121 വേക്കൻസികളാണ് തിരുവനന്തപുരത്ത് പുതുതായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അതായത് മൊത്തത്തിൽ തിരുവനന്തപുരം റീജിയണിൽ RRB 121 വേക്കൻസികളാണ് മൊത്തത്തിൽ വിളിച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, അതിൽ ഇലക്ട്രിക്കൽ മേഖലയിലേക്ക് 15 വേക്കൻസികളാണ്. അതിൽ തന്നെ ഇലക്ട്രിക്കൽ TRDയിൽ 17 വേക്കൻസികളാണ്. സിവിൽ വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് സിവിൽ വിഭാഗത്തിൽ 28 വേക്കൻസികളാണ്. സിവിൽ വിഭാഗത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് വർക്ക് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് R&Dയിൽ 22 വേക്കൻസികളാണ്. അതുപോലെ തന്നെ മെക്കാനിക്കലിൽ ഒന്നുകൂടി പറയാം, മെക്കാനിക്കലിൽ 26 വേക്കൻസികളാണ്. ഇനിയും S&T ജൂനിയർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ 9 വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. ജൂനിയർ എഞ്ചിനീയർ സിഗ്നലിംഗിൽ 4 വേക്കൻസികളാണ്. അങ്ങനെ മൊത്തം 121 വേക്കൻസികളാണ് ഈ ഒരു തസ്തികയിൽ വന്നിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർ ഉടൻ തന്നെ ഈ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. സമയം വളരെ പരിമിതമാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. മറ്റൊരു കാര്യം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിഗ് ലേണിംഗ് നമ്മുടെ JEEയുടെ പരിശീലനം വളരെ ശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കോംപ്രിഹെൻസീവായ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. എല്ലാ മേഖലകളിലും ഉണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇത്രയും മേഖലകളിലാണ് നമ്മൾ പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗിൻ്റെ വിഭാഗത്തിൽ ക്ലാസ് എടുക്കുന്നത്. ഒപ്പം തന്നെ അവർ ഫീച്ചേഴ്സ്, ഞങ്ങളുടെ ഏറ്റവും പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് റെക്കോർഡിംഗ് ആയിരിക്കും. ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് ഉണ്ടാവും. മോഡൽ ടെസ്റ്റുകൾ റെഗുലറായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇൻറ്റൻസീവ് ട്രെയിനിങ് നിങ്ങൾക്ക് പരീക്ഷ എന്നാണോ നടക്കുന്നത് അന്ന് വരെ നമ്മൾ തരുന്നതായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മെന്റർ ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് കൃത്യമായ എഴുതാൻ അഡ്വൈസ് തരാൻ വേണ്ടി നിലവിലെ സർവീസ് കിട്ടിയ ആൾക്കാർ തന്നെ, ഓൾറെഡി സർവീസ് ക്ലിയർ ചെയ്ത ആൾക്കാർ തന്നെ ഉണ്ടാവും. അവർ തന്നെയായിരിക്കും നിങ്ങൾക്ക് കൃത്യമായൊരു ഗൈഡൻസ് തരുന്നത്. ഈ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ്സുകൾ പോകുന്നത്. നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ടും നമ്മുടെ ക്ലാസ്സുകൾ കാണാനും ആ ക്ലാസ്സിൽ പങ്കെടുക്കാനും പറ്റുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സിൽ ചേരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ദൂരീകരിക്കുന്നതിനായിട്ട് ഇതിന് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും കോഴ്സുമായിട്ടും ഒപ്പം തന്നെ ഈ നിലവിലെ ഈ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം നിങ്ങൾക്ക് കിട്ടുന്നതിന് താഴെയുള്ള ഗൂഗിൾ ഫോം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.